ബെയ്റൂട്ടിൽ നടന്ന ആക്രമണം ഹമാസ് ഭീകരൻ ഹാഷിം സഫീദിനെ ലക്ഷ്യമിട്ടെന്ന ഇസ്രായേൽ. മധ്യേഷ്യൻ രാജ്യങ്ങളിൽ അമേരിക്ക പോർ വിമാനങ്ങളും സൈനിക സംവിധാനങ്ങളും വൻതോതിൽ വിന്യസിച്ചു. ലബനൻ സിറിയ അതിർത്തിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. വെസ്റ്റ് ബാങ്കിലെ ടൂൾക്രമിലും ഇസ്രായേൽ ആക്രമണം നടത്തി. വെസ്റ്റ് ബാങ്കിലെ ടുൽക്രാമിൽ ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഹമാസ് ഭീകരൻ സാഹി യാസർ അബ്ദുൽ അൽ റസാഖ് ഔഫി ഒളിച്ചു കഴിയുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് ആക്രമണമെന്ന് സേന അറിയിച്ചു. 18ഓളം പേർ ആക്രമണത്തിൽ മരിച്ചതായി പാലസ്തീൻ അറിയിച്ചു. ബെയ്റൂട്ടിൽ നടന്ന ആക്രമണം ഹമാസ് ഭീകരൻ ഹാഷിം സഫീദിനെ ലക്ഷ്യമിട്ടെന്ന് ഇസ്രായേൽ അറിയിക്കുന്നുണ്ട്. ഇതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ബെയ്റൂട്ടിലെത്തി. ഇന്നലെ ശക്തമായ ആക്രമണമാണ് ബെയ്റൂട്ടിൽ നടന്നത്. 37ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനിടെ മധ്യേഷ്യൻ രാജ്യങ്ങളിലെ സൈനിക സാന്നിധ്യം അമേരിക്ക ശക്തമാക്കി. പോർ വിമാനങ്ങളും അനുബന്ധ സംവിധാനങ്ങളും വൻതോതിൽ വിന്യസിച്ചിരിക്കുകയാണ്. 43,000 സൈനികരെ മേഖലയിൽ സജ്ജമാക്കി എന്നാണ് റിപ്പോർട്ട്. 12ഓളം യുദ്ധക്കപ്പലുകളും മേഖലയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട്. ലബനൻ സിറിയ അതിർത്തിയിലും ഇസ്രായേലിന്റെ ആക്രമണം നടന്നു. സിറിയയിൽ നിന്നും ലബനനിലേക്ക് ആയുധം കടത്തുന്ന ഇടനാഴിയിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.